പെബിൾസ് മലയാളം. മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഒരിക്കൽ രണ്ട് സ്ത്രീകൾ ഒരു രാജാവിനെ കാണാൻ ചെന്നു. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള വഴക്കുമായി. മഹാരാജാവേ, അങ്ങ് എനിക്ക് നീതി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് കേൾക്കു മഹാരാജാവേ. നിൽക്കൂ, ഓരോരുത്തരായി പ്രശ്നം എന്താണെന്ന് പറയുക. മഹാരാജാവേ, ഇവളുടെ കയ്യിലുള്ള കുഞ്ഞ് എന്റേതാണ്. പക്ഷേ ഇത് അവളുടേതാണെന്ന് അവൾ പറയുന്നു. എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ അവളോട് ആജ്ഞാപിച്ചാലും. അല്ല, അവൾ കള്ളം പറയുന്നു മഹാരാജൻ. ഇവൻ എന്റെ കുഞ്ഞാണ്. ഞാൻ ഇവനെ ഇവൾക്ക് കൊടുക്കില്ല. എന്റെ കുഞ്ഞിനെ വിട്ടുപോകാൻ ഇവളോട് പറഞ്ഞാലും മഹാരാജാവേ. ഓ, ഇത് വളരെ വിചിത്രവും അസാധാരണവുമായ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനൊരു മാർഗം കണ്ടുപിടിക്കണം. മഹാരാജാവ് ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു. ഇത് പ്രശ്നം പരിഹരിക്കും. രാജാവ് ഒരു ഭടനോട് നിലത്ത് ഒരു വര വരയ്ക്കാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് കുഞ്ഞിനെ അതിൽ കിടത്താനും. രണ്ടുപേരും വരയുടെ രണ്ടു ഭാഗത്തും നിന്ന് കുഞ്ഞിനെ പിടിക്കണം. ആരാണോ കുഞ്ഞിനെ തന്നിലേക്ക് പിടിച്ചു വാങ്ങുന്നത് അവളായിരിക്കും ശരിയായ മാതാവ്. ഓഹോ, എനിക്ക് സമ്മതമാണ്. ഒരു സ്ത്രീ കുഞ്ഞിന്റെ കാല് പിടിച്ചു വലിച്ചു. മറ്റൊരു സ്ത്രീ കൈ പിടിച്ചു വലിച്ചു. ഇരുവരും അവരവരുടെ ഭാഗത്തേക്ക് കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. വേദന കൊണ്ട് കുഞ്ഞ് നിലവിളിക്കാൻ ആരംഭിച്ചു. അയ്യോ, അവൻ കരയുന്നു. അവൾ പിടിവിട്ടുകൊടുത്തു. കുഞ്ഞിനെ രണ്ടാമത്തെ സ്ത്രീക്ക് വേണ്ടി ദാനം ചെയ്തു. അവൾ കരയാൻ തുടങ്ങി. പക്ഷെ അതേസമയം രണ്ടാമത്തെ സ്ത്രീ വിജയിച്ചതിനാൽ അതിയായി സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ എന്റെ വശത്തേക്ക് വലിച്ചു. അതുകൊണ്ട് ഈ കുഞ്ഞ് എന്റേതാണ് മഹാരാജാവേ. മഹാരാജാവേ, ഇപ്പോഴങ്ങയ്ക്ക് മനസ്സിലായി കാണും ഈ കുഞ്ഞിന്റെ മാതാവ് യഥാർത്ഥത്തിൽ ആരാണെന്ന്. അതെ, ഈ കുഞ്ഞ് നിന്റേതല്ല, അവളുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങയുടെ വാക്ക് പ്രകാരം ഞാനാണ് ജയിച്ചത്. കുഞ്ഞിനെ വിട്ടുകൊടുത്ത സ്ത്രീയാണ് യഥാർത്ഥ മാതാവ്. തന്റെ കുഞ്ഞ് വേദന കൊണ്ട് കരയുന്നത് അവൾക്ക് സഹിച്ചില്ല. അതിനാൽ അവൾ തന്റെ കുഞ്ഞിനെ നിനക്ക് വിട്ടുതന്നു. കുഞ്ഞിനെ അവൾക്ക് കൊടുക്കൂ. വളരെ നന്ദി രാജാവേ, എനിക്ക് അങ്ങയോട് വളരെ നന്ദിയുണ്ട്. ആരെവിടെ? ഈ സ്ത്രീയെ പിടിച്ച് തടവിലാക്കുവിൻ. അയ്യോ, അരുത് മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. മതി, നീ പറയുന്നതൊന്നും നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. മഹാരാജാവേ, അവൾക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. അവൾ അങ്ങനെ ചെയ്യാൻ കാരണം ഈ കുഞ്ഞിനെ സ്വന്തമാക്കാനല്ലേ? ദയവായി അവളോട് ക്ഷമിച്ചാലും. പക്ഷെ അവൾ നിന്റെ മകനെ മോഷ്ടിക്കാനാ ശ്രമിച്ചത്. എന്റെ മകനോടുള്ള സ്നേഹമാണ് അവളെ ഇതിനായി പ്രേരിപ്പിച്ചത്. നമുക്ക് മനസ്സിലായി. നാം നിന്നെ വിട്ടയക്കുന്നു. പക്ഷെ നാം അറിയിക്കുന്നു, ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കരുത്. ജസ്റ്റിസ്. ഒരു കാര്യത്തിൽ നീതി പാലിക്കുക. സെൻസിറ്റീവ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന വികാരം. സറണ്ടർ. ഒരാളുടെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങാൻ സമ്മതിക്കൽ. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. രാഹുൽ, നീ എവിടെയാണ്? വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ. നമ്മുടെ തോട്ടക്കാരന്റെ കൈ മുറിഞ്ഞു. വരുന്നു അച്ഛാ. രാഹുലും അവന്റെ അച്ഛനും തോട്ടക്കാരന്റെ മുറിവ് കെട്ടിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. എന്താണച്ചാ, അയാളോട് ഡോക്ടറെ അടുത്ത് പോവാൻ പറയാമായിരുന്നില്ലേ? എന്തിനാണ് അച്ഛൻ മുറിവ് കെട്ടിയത്? രാഹുൽ, അങ്ങനെ പറയരുത്. ഇതൊരു സഹായം മാത്രമാണ്. നിനക്ക് മദർ തെരേസയെ അറിയില്ലേ? അറിയാം, അവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായി അറിയില്ല. ശരി, കേട്ടോളൂ. മദർ തെരേസ ആഗസ്റ്റ് 26, 1910 ജനിച്ചത്, അൽബേനിയ എന്ന നാട്ടിൽ. 12ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വിളി അവർക്ക് ശക്തമായിട്ടുണ്ടായി. താൻ ഒരു മിഷണറി ആവേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കണമെന്നും. 18ാമത്തെ വയസ്സിൽ അവർ തന്റെ വീട്ടിൽ നിന്ന് യാത്രയായി. എന്നിട്ട് ലോവട്ടോയിലെ സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്നു. ഇന്ത്യയിൽ ഒരു ഐറിഷ് സമൂഹം കന്യാസ്ത്രീകളായിട്ട് പ്രവർത്തിച്ചു വന്നു.
ഏതാനും മാസങ്ങൾ ഡബ്ലിംഗ് പരിശീലനം നേടിയ ശേഷം മെയ് 24, 1931 അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. 1931 മുതൽ 1948 വരെ മദർ തെരേസ കൽക്കത്തയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. എന്നാൽ 1948 പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സമർപ്പിക്കണമെന്നവർ തീരുമാനിച്ചു. കൽക്കത്തയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും തീരുമാനിച്ചു. അവർ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങി. എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തു. സ്വന്തം ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. ഒരു മടിയുമില്ലാതെ അവർ പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിച്ചു. അവർ തന്റെ ജീവിതം മുഴുവനും പാവങ്ങൾക്കായി സമർപ്പണം ചെയ്തു. തന്നെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. എനിക്ക് മനസ്സിലായി അച്ഛാ. ഞാനും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കും, എന്നാലാവുന്നത്ര. വളരെ നല്ല കാര്യം. ശരി, നീ പോയി പഠിച്ചോളൂ മോനെ, പോയിക്കോ. ഫസ്റ്റ് എയ്ഡ്, ശരിയായ ചികിത്സ കൊടുക്കുന്നതിന് മുൻപ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ. കേർട്ടസി, മാന്യതയോടുകൂടിയ സഹായം നൽകുക. മിഷനറി, ഒരു മതത്തിലേക്ക് മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നവർ. ഒരുമിച്ച് പ്രവർത്തിക്കുക. ഒരു ധനികന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരുന്നു. എനിക്ക് മതിയായി ദൈവമേ, ഇവർ എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കുന്നു. പതിവ് പോലെ മക്കൾ 2 പേരും വഴക്കിടുകയായിരുന്നു. മതിയാക്ക്. എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സഹോദരന്മാരാണ്, ശത്രുക്കളല്ല. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കാനാവും. അല്ലച്ചാ, ഇവനാ എന്നോട് എപ്പോഴും വഴക്കിടുന്നത്. ഇവനോട് നിർത്താൻ പറ, അപ്പൊ ഞാനും നിർത്താം. നീയാണ് മൂത്തത്. നീ അനിയന് ഉദാഹരണമായി ഇരിക്കേണ്ടവനാണ്. അവന്റെ കൂടെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കരുത്. അവനെ ശരിക്കും ഉപദേശിക്കച്ചാ. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ആ ധനികൻ ഒരടവ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം അയാൾ 2 മക്കളെയും വിളിച്ചു. അച്ഛാ, എന്താച്ചാ? എന്തിനാ ഞങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത്? മക്കളെ, ഞാൻ 2 പേർക്കും ഓരോ വടികൾ തരാം. അത് 2 ആളും 2 തുണ്ടായി മുറിക്കണം. ഓ, അത്രേ ഉള്ളോ? അത് എളുപ്പമല്ലേ? 1 മിനിറ്റ് കൊണ്ട് ഞാൻ ആ വടി ഒടിച്ചു തരാം. 2 പേരും തനിച്ച് ആ വടി എളുപ്പം ഒടിച്ചു. ഇനി ഈ കെട്ടുവടികൾ പൊട്ടിക്കേ. പിന്നീട് ആ ധനികൻ ഒരു കെട്ട് വടികൾ മക്കൾക്ക് ഒടിക്കാൻ കൊടുത്തു. 2 പേരും അവരെക്കൊണ്ട് കഴിയുന്നത്ര കഠിനമായി ശ്രമിച്ചു നോക്കി. പക്ഷേ അത് ഒടിക്കാൻ സാധിച്ചില്ല. ഇല്ലച്ചാ, എനിക്കിത് കഴിയുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? വടി തനിച്ചായിരുന്നപ്പോൾ അതിനെ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു. പക്ഷേ അതേ വടികൾ ഒരുമിച്ച് കെട്ടിയപ്പോൾ നിങ്ങൾക്കത് പൊട്ടിക്കാൻ സാധിച്ചില്ല. അതുതന്നെയാണ് നമുക്കും സംഭവിക്കുക. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരുന്നാൽ ശത്രുക്കൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരുമിച്ച് നിന്നാൽ ആർക്കും എന്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അച്ഛാ, ഇപ്പൊ ഒത്തൊരുമ വേണമെന്ന് പറയുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾ വഴക്കിടില്ല. ഇനി മുതൽ ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ വലിയ ആളാവും. ബഞ്ച്, ഒരു സാധനം കുറേ എണ്ണം കൂട്ടിവെക്കുക. യുണൈറ്റഡ്, ഒരുമയോടെ ഇരിക്കുക. പെബിൾസ് മലയാളം.